സെപ്റ്റംബർ 1-നാണ് നമ്മൾ തറക്കല്ലിട്ടത്. സെപ്റ്റംബർ ഒക്ടോബർ ഭയങ്കര മഴയായിരുന്നു. ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും ഞങ്ങളോട് വന്ന് കരയില, ഇങ്ങോട്ട് കടക്കാൻ വയ്യ, ഒരു വാഹനം ഇങ്ങോട്ട് കടത്തിയാൽ ചളിയിൽ പോകലായിരുന്നു. 2 മാസം കാര്യമായ പണിയൊന്നും നടന്നിട്ടില്ല. സത്യത്തിൽ അവർക്ക് 3 മാസമേ കിട്ടിയിട്ടുള്ളൂ. ടോണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു ഗിന്നസ് റെക്കോർഡാണ്. 3-3.5 മാസം കൊണ്ടാണ് 51 വീടുകൾ പൂർത്തിയാക്കി താക്കോൽ ബഹുമാനപ്പെട്ട തങ്ങളെ ഏൽപ്പിച്ചത്. ഇനിയിപ്പോൾ തങ്ങൾ ഇതിൻ്റെ അവകാശികൾക്ക് അത് കൈമാറുകയാണ്. മുണ്ടക്കി ദുരിതബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനങ്ങളുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കുകയാണ്. 51 വീടുകളാണ് ഇന്ന് കൈമാറുന്നത്. നമ്മോടൊപ്പം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമുണ്ട്. മുസ്ലിം ലീഗ് എടുത്ത സ്ഥലത്ത് ഒരു കല്ല് പോലും ഇറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ 51 വീടുകൾ പൂർത്തിയാക്കി ഇപ്പോൾ നിൽക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് പറയാനുള്ളത്? മുസ്ലിം ലീഗ് ജനകീയ പ്രതിബദ്ധതയോടുകൂടി പാവപ്പെട്ട ദുരിതബാധിതരായ ജനങ്ങളെ സഹായിക്കാൻ എക്കാലത്തും മുന്നോട്ടിറങ്ങിയ ഒരു പാർട്ടിയാണ്. ആ കാലത്തൊക്കെ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി എതിർക്കുന്നവർ അതിലൊക്കെ കുറ്റം കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കവളപ്പാറ ദുരന്തം ഉണ്ടായിടത്ത് 10 വീടുകളാണ് അനുബന്ധ സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അന്നും എതിർപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് സ്ഥലമെടുത്തപ്പോൾ മുതൽ വിവാദങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത്. നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. 100% നിയമാനുസൃതമാണ് എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് അത്തരം വിവാദങ്ങളൊന്നും ഞങ്ങൾ കണക്കിലെടുത്തിട്ടില്ല. നിയമാനുസൃതമായ പ്രവർത്തനങ്ങളായതുകൊണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഞങ്ങൾ എതിർത്തിട്ടില്ല. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഞങ്ങളുടെ അപേക്ഷകൾ സ്വീകരിക്കുകയും അതിനനുസൃതമായ നടപടിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണല്ലോ ഇതിങ്ങനെ വന്നത്. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ചിലരൊക്കെ ഞങ്ങളിത് വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് എതിർക്കാൻ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്കാകെ 36.5 കോടി രൂപയാണ് കിട്ടിയത്. 1500 കോടി രൂപ ഈ ദുരിത ഫണ്ടിലേക്ക് കിട്ടിയ സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും ജനങ്ങളിപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളും വിലയിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ സ്വയം സംസാരിക്കുന്ന ചിത്രങ്ങളും യാഥാർത്ഥ്യങ്ങളുമാണ്. ഈ സാധാരണഗതിയിൽ ചില പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പദ്ധതി ഉദ്ഘാടനം എന്ന രീതിയിൽ മാത്രമാണ്. ഇന്നിപ്പോൾ നമ്മൾ നിങ്ങൾ താക്കോൽ കൊടുക്കുമ്പോൾ അവർക്ക് കയറി താമസിക്കാൻ കഴിയുന്ന പൂർണ്ണമായ സംവിധാനങ്ങൾ, ഫർണിച്ചർ ഉൾപ്പെടെ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. പക്ഷേ അവർക്ക് താമസിച്ച് തുടങ്ങാവുന്ന അവസ്ഥയിലേക്കായി അല്ലേ? അല്ല, ഇതൊരു സാധാരണ ദുരിതബാധിതർക്ക് കൊടുക്കുന്ന ഒരു വീടല്ല. നിങ്ങൾക്കറിയാം, ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ ഉള്ള ദുരന്തത്തിൽ അകപ്പെട്ട ആളുകൾ പട്ടിണി പാവങ്ങളായിരുന്നില്ല. അവരൊക്കെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. വലിയ വീടുകളുണ്ടായിരുന്നു, ധാരാളം കൃഷിസ്ഥലങ്ങളുണ്ടായിരുന്നു, സ്വയം അധ്വാനിച്ച് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അവർക്ക് ഒരു ദുരിതാശ്വാസം നൽകുമ്പോൾ അതിനനുസൃതമായി നമ്മൾ കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ തന്നെ ലഭിക്കാവുന്ന ഏറ്റവും നല്ല ആർക്കിടെക്റ്റിനെയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത്. ടോണി, നിങ്ങൾക്കറിയാം, അദ്ദേഹം ദുബായിലും വിദേശത്തൊക്കെ ഇപ്പോൾ വർക്ക് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഈ മനോഹരമായ രൂപകൽപ്പന അദ്ദേഹം ചെയ്തതെന്ന്. എല്ലാവരും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ 1060 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. 3 ബെഡ്റൂമാണ്, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസാണ്. അതുപോലുള്ള ഒരു സിറ്റ് ഔട്ട്, മറ്റ് സൗകര്യങ്ങൾ, 8 സെൻറ്റ് ഭൂമി, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി, മറ്റ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് കുടുംബം, നമ്മളെപ്പോലുള്ള ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനി അവരത് മുഴുവൻ കുത്തിയൊഴുക്കിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഒന്നും ബാക്കിയായിട്ടില്ല. അവർക്ക് ഫർണിച്ചറില്ല, അവർക്ക് വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. പലരെയും എടുത്തുകൊണ്ട് വന്ന് ക്യാമ്പിൽ കിടത്തുമ്പോൾ പലരും നഗ്നരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളെ യൂത്ത് ലീഗിൻ്റെ വളണ്ടിയർമാർ അന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള വീട്ടിലേക്ക് വന്നാൽ അവർക്കുള്ള അടുക്കള ഉപകരണങ്ങൾ, പാത്രങ്ങളുണ്ട്, ഫർണിച്ചറുകളുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി ചെയ്തു കൊടുക്കുകയാണ്. ഇതൊക്കെ മുസ്ലിം ലീഗിൻ്റെ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ജനങ്ങൾ നൽകിയതാണ്. സർക്കാർ സംവിധാനത്തിന് പോലും കൊടുക്കാതെ ഞങ്ങളെ വിളിച്ച് നിങ്ങളെയാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ ജോയ് വർഗീസ് വിളിച്ചിരുന്നു, ജോയ് മാത്യു, സിനിമാ നടൻ. അദ്ദേഹം ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയ അന്ന് FB പോസ്റ്റ് ഇട്ടതാണ്. മുസ്ലിം ലീഗിനെ കൊണ്ട് സാധിക്കും, അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന്. ഇന്ന് ഞങ്ങളെ പരിപാടിക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചതാണ്.
പക്ഷെ അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉണ്ടായതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന് പറയാൻ വേണ്ടി ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ തന്നത് ഞങ്ങളെ വിശ്വസിച്ചിട്ടാണ്. ആ വിശ്വാസമാണ് വലിയൊരു ഉത്തരവാദിത്വ ബോധം ഞങ്ങളിൽ ഉണ്ടാക്കിയത്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെ കുറ്റം പറയുമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളെ തലയിൽ കയറുമെന്ന് വിചാരിച്ചിട്ടോ അല്ല ഞങ്ങൾ പൂർത്തിയാക്കുന്നത്. ഈ ഉത്തരവാദിത്വം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രീതിയും അവനുള്ള കടപ്പാടും ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങളിത് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കുന്നുള്ള പേടിയൊന്നും ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഞങ്ങളെ ബഹളം ഉണ്ടാക്കുന്നുള്ള പേടിയില്ല. പക്ഷേ പടച്ച തമ്പുരാൻ ഞങ്ങളോട് ചോദിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചത്. ഒരു അമാനത്തായിട്ടാണ് പാർട്ടി ഏറ്റെടുത്തത്. 51 വീടുകളുടെ താക്കോൽ കൈമാറ്റം ഇന്ന് നടത്തുകയാണ്. ആ ഗുണഭോക്താക്കളെ സുതാര്യമായ രീതിയിൽ എല്ലാവരും വിളിച്ചു വരുത്തി ഞങ്ങൾ നറുക്കെടുത്ത് ആദ്യത്തെ 51 പേരെ തിരഞ്ഞെടുത്തു. അവർക്കുള്ള വീടിൻ്റെ നമ്പർ നറുക്കെടുത്തു, സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇനി ബാക്കിയുള്ള 54 വീട് ഇതോടുകൂടി ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. 54 വീടുകളുടെ പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. നിങ്ങൾ പോയി നോക്കിയാൽ കഴിയാം. ആ വീടുകൾ മെയ് 31 തീർത്ത് തരണം എന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതും ഫെബ്രുവരി 28 ഞങ്ങൾ പറഞ്ഞപ്പോൾ കൃത്യസമയത്ത് തീർത്ത് തന്ന നിർമ്മാണ കമ്പനിയായിരുന്നാലും ഇതിൻ്റെ മറ്റു വർക്കുകൾ അനുബന്ധ വർക്കുകൾ നടത്തിയ അക്ബറിൻ്റെ മലബാർ ടെക്നിക്സ് ആയാലും അവരൊക്കെ കൃത്യസമയത്ത് ചെയ്തു തന്നിട്ടുണ്ട്. മെയ് 31 മുമ്പ് ബാക്കിയുള്ള 54 വീടുകളും പൂർത്തിയാക്കും എന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുകയാണ്. 5 മാസം സെപ്റ്റംബറിലാണ് തുടങ്ങുന്നത് നിർമ്മാണം അല്ലെ? 5 മാസം കൊണ്ട് 51 വീടുകൾ 5 മാസം കംപ്ലീറ്റ്. സെപ്റ്റംബർ 1 നമ്മൾ തറക്കല്ലിട്ടത്. സെപ്റ്റംബർ ഒക്ടോബർ ഭയങ്കര മഴയായിരുന്നു, ഇങ്ങോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും ഞങ്ങളോട് വന്ന് കരയിലാണ്, ഇങ്ങോട്ട് കടക്കാൻ വയ്യ, ഒരു വാഹനം ഇങ്ങോട്ട് കടത്തിയാൽ ചളിയിൽ പോകലായിരുന്നു. 2 മാസം കാര്യമായ പണിയൊന്നും നടന്നിട്ടില്ല. സത്യത്തിൽ അവർക്ക് 3 മാസമേ കിട്ടിയിട്ടുള്ളൂ. ടോണിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു ഗിന്നസ് റെക്കോർഡാണ്. 3-3.5 മാസം കൊണ്ടാണ് 51 വീടുകൾ പൂർത്തിയാക്കി താക്കോൽ ബഹുമാനപ്പെട്ട തങ്ങളെ ഏൽപ്പിച്ചിട്ട്. ഇനിയിപ്പോൾ തങ്ങൾ ഇതിൻ്റെ അവകാശികൾക്ക് അത് കൈമാറുകയാണ്. ആ പുണ്യകർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഞങ്ങളിത് നേരത്തെ 2 മാസം മുമ്പ് പ്രഖ്യാപിച്ച ഡേറ്റാണ്. വേറെ ആരുടെയെങ്കിലും ഡേറ്റ് കണ്ടിട്ടല്ല ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മാറ്റേണ്ടി വന്നിട്ടില്ല. സർക്കാരിൻ്റെ ഡേറ്റ് മാറ്റേണ്ടി വന്നു, അതെനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഏതായാലും ഏത് പാർട്ടികളെക്കാളും വളരെ ആത്മാഭിമാനത്തോടു കൂടി തന്നെ പ്രഖ്യാപിച്ച പദ്ധതി വളരെ കൃത്യമായ സമയത്തോടു കൂടി തന്നെ അതിന്റെ കംപ്ലീഷൻ നടത്തി നൽകാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും അഭിമാനവും പങ്കിടുകയാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 വയനാട്.